ഇസ്രയേലിന്റെ വ്യോമസേനാ താവളവും ആയുധപ്പുരയും കത്തിച്ച് ഹെസ്ബുള്ള. കഴിഞ്ഞ ദിവസമുണ്ടായ ബൈറൂത്ത് ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് തങ്ങൾ ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് ഹിസ്ബുള്ള പറഞ്ഞു. 10ഓളം റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഹെസ്ബുള്ള എയർബേസിന് നേരെ ആക്രമണം നടത്തിയത്. ഇസ്രയേലി റേഡിയോ ആണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഹെസ്ബുള്ള ഡാവിഡ് രാമത്ത് വ്യോമതാവളം ആക്രമിക്കുന്നത്. കൂടാതെ ഹൈഫയിലുള്ള റഫേൽ ആയുധ നിർമ്മാണശാലയും കത്തിച്ചു. ഹിസ്ബുള്ള പറയുന്നത് ഈ ആക്രമണം ലബനാനിലെ ബൈറൂത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുടെ തുടക്കം മാത്രമാണെന്നാണ്. ഫാദി 1, ഫാദി 2, കത്യൂഷ റോക്കറ്റ്സ് എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. അതേസമയം ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അനവധി വീടുകൾക്കും കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 140ഓളം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് എന്ന് IDF പറഞ്ഞു. ഞായറാഴ്ച വെളുപ്പിനെ മാത്രം 140ഓളം റോക്കറ്റുകളും ഡ്രോണുകളുമാണ് വടക്കൻ ഇസ്രായേലിലേക്ക് പതിച്ചത്. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിലോട്ടാണ് ഏറ്റവും അധികം ആക്രമണം ഉണ്ടായത്. കെറിയാത്ത് ബിയാലിക് എന്ന സ്ഥലത്ത് 3 പേർക്ക് പരിക്കേറ്റതായി IDF റിപ്പോർട്ട് ചെയ്തു. ഞായറാഴ്ച വെളുപ്പിനെ ഒറ്റ ദിവസം കൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ഇത്രയധികം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. ഒറ്റ ദിവസം കൊണ്ട് ഹമാസ് അല്ല ഹിസ്ബുള്ള എന്ന് ഇസ്രയേൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്നാൽ IDF പറഞ്ഞത് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയെന്നും ഹിസ്ബുള്ളയുടെ 400-ലധികം താവളങ്ങൾ നശിപ്പിച്ചു എന്നുമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേൽ ഹിസ്ബുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവാനുള്ള സാധ്യതയാണ് കാണുന്നത്.